ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നല്ല കപ്പയും കക്കാർച്ചിയും ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. വീഡിയോയിലോട്ട് പോകാം നമുക്ക്. ആദ്യം തന്നെ നമുക്ക് കപ്പയും കക്കാർച്ചിയും ഉണ്ടാക്കാനുള്ള ഒരു പാത്രം എടുത്ത് വയ്ക്കാം. നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതാ നമ്മുടെ എണ്ണ നന്നായി ചൂടായിരിക്കുകയാണ്. ഇനി അതിലോട്ട് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. ഇനി അതിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിയുമ്പോൾ. നമുക്ക് തേങ്ങാക്കൊത്ത് ഇതാ നന്നായി മൂത്ത് വരികയാണ്. ഏകദേശം നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്തിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. കുറച്ച് വെളുത്തുള്ളി ഇത് ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്തിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള സവോള ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സവോള നന്നായി വാടി വരണം. ഏകദേശം ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോള നന്നായി വഴന്നു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള ഏകദേശം നിറമെല്ലാം മാറി നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ പൊടികളെല്ലാം ചേർക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നമുക്ക് നടുഭാഗം ഒന്ന് വഴഞ്ഞു വെച്ചതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല ഇവ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറിയിരിക്കുകയാണ്. ഇതിലോട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാർച്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. കക്കാർച്ചിയും സവോളയും ആയിട്ടുള്ളതായി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി നന്നായിട്ട് മുരിഞ്ഞ് വരണം. നമ്മൾ തീ കുറച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പം ചെറിയ ചൂടുകളിൽ നിന്നും നന്നായി നമ്മുടെ കക്കാർച്ചി മുരിഞ്ഞ് വരുന്നതാണ്. നമ്മുടെ കക്കാർച്ചി നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പയും നമ്മൾ ചേർത്ത് ഇനി ഇത് കപ്പയും കക്കാർച്ചിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇളക്കിലാണ് കാര്യം, ടേസ്റ്റ് കൂടുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സാവകാശം ഇളക്കി നമ്മുടെ കപ്പയും കക്കാർച്ചിയും ഒരുപോലെ ആക്കിയെടുക്കണം. ഏകദേശം നമ്മുടെ കപ്പയും കക്കാർച്ചിയും റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. സ്വാദിഷ്ടമായ കപ്പയും കക്കാർച്ചിയും ട്രൈ ചെയ്ത് നോക്കണേ.